എന്നെ ഇതുപോലെ ഒരു വലിയ ഹാളിൽ നിർത്തി ചുറ്റും ഒരു 5-6 ഡോക്ടേഴ്സ് നിന്ന് ഒരിക്കലും അർച്ചന വിജയന് ഡോക്ടറാവാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഒട്ടും ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാത്ത കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടാണ് ഡോക്ടർ അർച്ചന വിജയൻ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഡോക്ടറായത് എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നത്. SMA എന്ന് പറയുന്നത് കുറേ കാലം മുന്നേ തൊട്ടേ ഉള്ളൊരു അസുഖമാണ്. പക്ഷേ ഇതൊരു ഫണ്ട് റൈസിങ് പ്രോഗ്രാം വന്നപ്പോഴാണ് എല്ലാവരും ന്യൂസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇത്ര ഫെമിലിയർ ആയത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പഠിച്ചതും നേടിയതും ഒക്കെ മനുഷ്യന്മാരിൽ നിന്നാണ്. പല പേഷ്യൻസിനും എന്നെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം. ഒരു കിളിയായിരുന്നെങ്കിൽ ഞാൻ നിന്നരികെ പാറി വന്നേനേ. ആക്ച്വലി ഇന്നത്തെ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ സ്പെഷ്യലാണ്, എനിക്ക് കുറച്ചും കൂടി പേഴ്സണലാണ്. കാരണം എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണത് ഇന്ന് നമ്മുടെ കൂടെ ക്ലബ് FM സ്റ്റുഡിയോയിലുള്ളത്. സോ വെൽക്കം ടു ക്ലബ് FM, നൈസ് ടു മീറ്റ് യു. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ അർച്ചനയാണ്. അർച്ചന, താങ്ക് യു. വെൽക്കം. എങ്ങനെയുണ്ട് ക്ലബ് FM നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു? ഭയങ്കര സന്തോഷമുണ്ട്, നല്ല ആംബിയൻസാ. സോ നമ്മുടെ അർച്ചനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അർച്ചന ആക്ച്വലി അർച്ചനയുടെ കൂടെ ലൈഫ് ലോങ് അല്ലെങ്കിൽ എന്താ പറയുക കൊച്ചിലേ തൊട്ട് അർച്ചനയുടെ കൂടെ ഒരു സന്തത സഹചാരിയെ പോലെ SMA ഉണ്ട്, സ്പൈനൽ മസ്കുലർ അട്രോഫി. നമ്മളൊക്കെ റീസെൻ്റ് ആയിട്ടാണ് മലയാളികൾ SMA കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുന്നതും സംസാരിക്കുന്നതും. പക്ഷേ അതിന് മുമ്പ് തന്നെ അർച്ചനയുടെ കൂടെ എന്താ പറയുക നമ്മളൊക്കെ അറിയുന്നതിലൊക്കെ വളരെ മുമ്പ് തന്നെ അർച്ചനയുടെ കൂടെ ഇതുണ്ട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു അർച്ചന ടു ഡോക്ടർ അർച്ചന എന്നുള്ളൊരു ആ ഒരു ജേണി? SMA എന്ന് പറയുന്നത് കുറേ കാലം മുന്നേ തൊട്ടേ ഉള്ളൊരു അസുഖമാണ്. പക്ഷേ ഇതൊരു ഫണ്ട് റൈസിങ് പ്രോഗ്രാം വന്നപ്പോഴാണ് എല്ലാവരും ന്യൂസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാവർക്കും ഇത്ര ഫെമിലിയർ ആയത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ എവിടെ പോകുമ്പോഴും SMA എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും SMA ഇത്ര കോടി രൂപയുടെ മരുന്ന് എന്നൊക്കെ എല്ലാവരും തിരിച്ചു പറയാറുണ്ട്. പിന്നെ എൻ്റെ ജേണി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻറ്റിൽ നിന്ന് ഒരു ഡോക്ടറായ ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ഡിഫിക്കൽട്ടീസും ഒരുപാട് ചോദ്യം ചെയ്യപ്പെടലുകളും ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് പേരുടെ അടുത്തുനിന്ന് നോ ഒക്കെ കേട്ടിട്ടാണ് ഞാനിന്ന് എൻ്റേതായ ഒരു ശരീരത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അർച്ചന പലപ്പോഴും പറഞ്ഞു കേട്ടതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അർച്ചന എൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ലൈഫിൽ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ നാളെ എന്താകണം, എങ്ങനെ ആവണം എന്നൊക്കെയുള്ളത്. ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു തീരുമാനം മറ്റൊരാൾ എടുക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. അർച്ചന ഇപ്പോൾ നീറ്റ് 2 വട്ടം ക്രാക്ക് ചെയ്തു അല്ലേ? പക്ഷെ എന്നിട്ട് നമുക്ക് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടാതെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു. ദെൻ പിന്നീട് നാഷണൽ ലെവലിൽ പോയിട്ട് ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി എടുത്തിട്ടാണ് ഇപ്പോൾ ഡോക്ടർ അർച്ചനയായിട്ട് മാറിയിട്ടുള്ളത്. ലൈക്ക് അന്ന് ഓക്കെ അർച്ചനയെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോക്ടേഴ്സിനെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ലൈഫിൽ? പിന്നെ എനിക്ക് അവരുടെ മുഖമൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് പേര് എന്നെ ഇതുപോലെ ഒരു വലിയ ഹാളിൽ നിർത്തി ചുറ്റും ഒരു 5-6 ഡോക്ടേഴ്സ് നിന്ന് ഒരിക്കലും അർച്ചന വിജയന് ഡോക്ടറാവാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ ആൾക്കാർ ഓർമ്മയില്ലെങ്കിലും എനിക്ക് ആ ഒരു മൊമെൻ്റ് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഇനി എൻ്റെ ലൈഫിൽ ഒന്നുമില്ല എന്നെനിക്ക് തോന്നിപ്പോയ ഒരു മൊമെൻ്റാണ് അത്. ഞാൻ 0 ആയി എന്ന് എനിക്ക് തോന്നിപ്പോയി. ആ മൊമെൻറ്റിൽ നിന്ന് ഇന്ന് ഒരു ഡോക്ടർ എന്ന പ്രിഫിക്സോടെ ഡോക്ടർ അർച്ചന വിജയൻ എന്ന് എല്ലാവരും വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സെൽഫ് റെസ്പെക്റ്റാണ് തോന്നുന്നത്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇൻ കേസ് ആ ഒരു പാനലുള്ള ആരെങ്കിലും ഒക്കെ ഇനി ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അവരോട് എന്തായിരിക്കും അർച്ചന? ഞാൻ ഫസ്റ്റ് പറയുന്നത് ഒന്ന് ഹഗ് ചെയ്ത് താങ്ക്സ് പറയും. അവർ അന്ന് പറഞ്ഞ ആ ഒരു ഡിസിഷൻ്റെ പുറത്താണ് എനിക്ക് വാശി കയറി ഞാൻ ഡോക്ടർ അർച്ചന വിജയനായത്. അതുകൊണ്ട് അവരോട് മാത്രമല്ല, എന്നെ പരിഹസിച്ചവരോട്, കുറ്റം പറഞ്ഞവരോട്, എന്നെ അവഗണിച്ചവരോട്, എന്നോട് പല സമയങ്ങളിലും നോ പറഞ്ഞവരോട്, എല്ലാവരോടും കെട്ടിപ്പിടിച്ച ഒരു നന്ദിയാണ് പറയാനുള്ളത്. അവരെല്ലാവരുമാണ് എന്നെ ഇപ്പം സംസാരിക്കുന്ന ഡോക്ടർ അർച്ചന വിജയനാക്കി മാറ്റിയത്. ഒരു ഡോക്ടറായി മാറിയതിന് ശേഷം ഇപ്പോൾ അർച്ചനയുടെ മനസ്സിലുള്ളൊരു ഫീലിങ്സ് എന്താണ്? എല്ലാം അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട്, ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ അർച്ചനയുടെ ഒരു ഫീൽ എന്താണ്? അല്ല, അങ്ങനെ എല്ലാം അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഫീലല്ല. എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസങ്ങളിലും ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പേരോട് ഒത്തിരി നേരം സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഡോക്ടർ ആവണമെന്ന് എന്നെ തോന്നിപ്പിച്ച ഒരു കാര്യം അതാ. എൻ്റെ
കുട്ടിക്കാലം കൂടുതലും ഞാൻ ചിലവഴിച്ചിരിക്കുന്നത് ഹോസ്പിറ്റൽസിലാണ്. എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുക, ഇതുപോലെ ഒരു റൂമിനകത്ത്. എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും എഴുതി വയ്ക്കാറുണ്ട്. പച്ച ഇരിച്ച കിടക്കുകളും ആ ഫിനോയിലിൻ്റെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സ്മെല്ലൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് അടുത്ത് വന്ന് നമ്മളോട് കുറേ നേരം സംസാരിക്കും, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് തലയിൽ തലോടും. അങ്ങനത്തെയൊക്കെ ഞാനൊരു ഡോക്ടർ എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ കണ്ട ഡോക്ടേഴ്സൊന്നും അങ്ങനെ ഒരു അപ്രോച്ച് ആയിരുന്നില്ല. അവർ വരുന്നു, മെഡിസിൻസ് എഴുതുന്നു, എല്ലാം ഓക്കെ അല്ലേ പറയുന്നു, അവരുടേതായ റഷ് ലൈഫിലോട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആവരുത് എന്ന് ഞാൻ എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിൽ ഡിസൈഡ് ചെയ്തു. ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ ഡോക്ടറായത്. ഇപ്പോഴും ഒരുപാട് പേര് എൻ്റെ ലൈഫിൽ ഓരോ ദിവസവും കയറി ഇറങ്ങി പോകുന്നുണ്ട്. എല്ലാവരുടെയും ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ ദിവസവും. ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇങ്ങനെ ആവരുത്, എന്ത് നല്ല മനുഷ്യന്മാരാ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിക്കൂടാ, ഇതൊക്കെ ഓരോരുത്തരും എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചതും നേടിയതും ഒക്കെ മനുഷ്യന്മാരിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ വേറൊരു പ്രൊഫഷനിൽ എത്തിപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് ആളുകളുമായിട്ട് ഇത്രയും അടുത്ത് ഇടപഴകാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പറ്റുമായിരുന്നില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ, പല പേഷ്യൻസിനും എന്നെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം അയ്യോ, വീൽ ചെയറിലായിട്ട് ആ ഡോക്ടർ വരുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് കുഴപ്പമില്ലല്ലോ, ഞാൻ ഓൾറൈറ്റ് ആണല്ലോ എന്നുള്ളൊരു ഫീലിങ് പലർക്കും വന്നതായിട്ട് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒട്ടും വയ്യാന്ന് പറഞ്ഞ് കിടക്കുന്ന ആൾക്കാർ പോലും ഞാൻ വീൽ ചെയറിൽ ഇങ്ങനെ അവരെ നോക്കാനോ റൗണ്ട്സിനോ എന്തിനെങ്കിലും പോകുമ്പോൾ, ഡോക്ടറാണോ, എവിടെ വീട്, ഇവിടെ എങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ അവർ അത്രയും സന്തോഷത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്കും അതൊരുപാട് സന്തോഷം കൊടുക്കുന്നുണ്ട്, പോസിറ്റിവിറ്റി കൊടുക്കുന്നുണ്ട് എന്നറിയുമ്പോൾ എൻ്റെ ലൈഫിൽ അത് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കേട്ടപ്പോൾ എനിക്കും മനസ്സ് നിറഞ്ഞ പോലത്തെ ഫീൽ. അല്ലെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന ആളുകളിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാം. ഒന്ന്, എങ്ങനെ ആകണം, രണ്ട്, എങ്ങനെ ആകരുത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് കൂടി എനിക്ക് തോന്നുന്നു അർച്ചനയുടെ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസുകൾ തോന്നുന്നു. പിന്നെ അന്ന് ഇപ്പോൾ കിടക്കുകളും ആ ഒരു പച്ചവിരിപ്പും ഫിനോയിലൊക്കെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അത് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാറ്റം എങ്ങനെയുണ്ട്? ആ മാറ്റം ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അന്നൊരു രോഗിയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സ്വപ്നം കണ്ട ആ ഒരു ഡോക്ടർ എന്ന പ്രിഫിക്സോടെ ഓരോ രോഗികളുടെ അടുത്ത് പോകുമ്പോഴും എനിക്ക് സന്തോഷത്തിനേക്കാൾ ഉപരി എനിക്ക് എന്നോട് തന്നെ പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇത്രയും എക്സ്ട്രോവേർട്ട് ആവുന്നോ, എല്ലാവരോടും ഇത്രയും സംസാരിക്കുന്നോ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നോ ഒന്നും ഞാൻ ഡോക്ടർ എന്ന സ്വപ്നം കാണുമ്പോൾ പോലും വിചാരിച്ചിട്ടില്ല. സിറിഞ്ച് എടുക്കാൻ മടിച്ചിരുന്ന കുട്ടി സിറിഞ്ച് എടുക്കുന്നു, രോഗികളെ ഇഞ്ചക്ഷൻ വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന കൂടെയുള്ള ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ കേൾക്കുന്ന ഇപ്പം ചേട്ടനെ പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് ഒക്കെ അതിനെന്താ എല്ലാ ഡോക്ടേഴ്സും ചെയ്യുന്നതല്ലേ എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും എന്നെ സംബന്ധിച്ച് ഇത്രയും വേദനയുടെ ഇടയിലും എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നു, എല്ലാ ദിവസവും കോളേജിൽ എത്താൻ പറ്റുന്നു, എൻ്റേതായ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ രോഗികളെ എല്ലാം നോക്കാൻ പറ്റുന്നു. എനിക്ക് ഒരു ഡെലിവറി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അതൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ചെയ്യുമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല. അപ്പോൾ അതെല്ലാം എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റാണ്. എനിക്ക് എന്നോട് തന്നെ അത്ഭുതമാണ്, സെൽഫ് റെസ്പെക്റ്റാണ്, സന്തോഷമാണ്. സത്യം. ഞാൻ ആക്ച്വലി അർച്ചനയെ പരിചയപ്പെടുന്നത് വളരെ കുറച്ച് നാൾക്ക് മുമ്പാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് അർച്ചനയോട് സംസാരിക്കുമ്പോഴും മെസ്സേജ് അയക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, എങ്ങനെ ഒരാൾക്ക് ഇത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്നു. കാരണം അർച്ചനയുടെ ലൈക്ക് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും അറിയാമല്ലോ, ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ഹെക്റ്റിക്കാണ്. ചിലപ്പോൾ 24 hour ഡ്യൂട്ടി ആയിരിക്കും. പേഷ്യൻസായിട്ട് ഡെയിലി ഇപ്പോൾ എന്താ പറയുക 100 കണക്കിന് ഇഷ്യൂസ് എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാം നമ്മൾ പ്രശ്നങ്ങളാണല്ലോ കേൾക്കുന്നത്. പക്ഷേ അതിനിടയിലും അർച്ചന ഭയങ്കര പോസിറ്റീവാണ്. സംസാരിക്കുമ്പോഴാണെങ്കിലും ഇത്രയും കൂളായിട്ട് ഇത്രയും പോസിറ്റീവായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ ലൈഫിൽ?
അത് ഞാൻ പോസിറ്റീവായിട്ട് ഇരിക്കുന്നതല്ല, ഞാനായിട്ട് ഇരിക്കുന്നതാ. ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ ആക്കി തീർത്തതാണ്. അപ്പോൾ അതിന് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരുപാട് വഴിയിലൂടെ, മെഡിക്കൽ കോളേജ് അത്രയും വലുതാണ്, അപ്പോൾ ഒരുപാട് വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്, യാത്രകൾ പോകുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരാൾ വരുമ്പോൾ അയാളൊന്ന് ചിരിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവും. ഞാൻ എപ്പോഴും ആരാന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും വഴിയിലൂടെ പോണ എല്ലാവരോടും ഞാൻ ചിരിക്കാറുണ്ട്. ചില എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ കളിയാക്കും, നീ ആ പട്ടിയോടും പൂച്ചയോടും ഒക്കെ ചിരിച്ചിട്ടേ വരുള്ളൂ ചോദിക്കും. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരാളൊന്ന് ചിരിച്ചില്ലെങ്കിൽ ഭയങ്കര അത് ഒരു വിഷമമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്മൈലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എത്ര വിഷമത്തിലാണെങ്കിലും നമ്മുടെ ഫേസിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല വെച്ചാൽ, ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കൊടുക്കുന്നത്. ഈവൻ അതൊരു പേഷ്യൻ്റ് ആണെങ്കിൽ പോലും അയാൾ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ നമ്മൾ പോയിട്ട് ഇറ്റ്സ് ഓക്കെ പറഞ്ഞ് ആ ഒരു സ്മൈലും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ എനിക്ക് ഓക്കെ ആണ് എന്ന് അവർക്ക് തോന്നും. ആ ഒരു മെൻ്റൽ സപ്പോർട്ട് എന്നുള്ളത് ഫിസിക്കൽ സപ്പോർട്ടിനേക്കാൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യം. എനിക്കൊന്ന് അർച്ചനയുടെ ചുറ്റും ഒരുപാട് നല്ല കുറച്ച് മനുഷ്യരുണ്ടെന്ന് തോന്നുന്നു. കാരണം അർച്ചന ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അർച്ചനയുടെ പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, പോസ്റ്റുകളൊക്കെ കാണുമ്പോഴും ഒരുപാട് നല്ലൊരു സൗഹൃദ വലയം, ഈവൻ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ നല്ല കുറച്ച് മനുഷ്യർ അർച്ചനയ്ക്ക് ചുറ്റുമുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് അവരൊക്കെ ആയിട്ടുള്ള ബോണ്ടിങ്ങിലേക്ക്? എല്ലാ കാര്യത്തിലും അവർ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് ഒരു വലിയ ഫ്രണ്ട് സർക്കിളുള്ള ആളാണ് ഞാൻ. എല്ലാ ഫ്രണ്ട്സുമായിട്ടും ഭയങ്കര കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും എനിക്ക് കുറച്ച് കുറച്ച് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഏട്ടനും ചേച്ചിമാരും അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ചേട്ടൻ തന്നെ കണ്ടതല്ലേ, അജീഷ് ചേട്ടൻ എനിക്ക് എന്താ പറയുക, ബ്രദർ ഫ്രം അനദർ മദർ അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഏട്ടനാ. അപ്പോൾ എല്ലാ കാലവും കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ ഭയങ്കര കുറവാണ്. അത് ഇന്നത്തെ കാലത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഭയങ്കര പേടിയുള്ളൊരു ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ ഇറങ്ങിപ്പോക്ക് കയറി വരവിനേക്കാൾ ഭയങ്കര പേടി തോന്നുന്ന ഒരു കാര്യം എനിക്ക്. ആരെങ്കിലും എൻ്റെ ജീവിതത്തിലോട്ട് കയറി വരുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിക്കും, ആവശ്യമില്ലാതെ ചിന്തിക്കും, ഇവർ ഇറങ്ങിപ്പോവോ. എനിക്കത് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനുഷ്യന്മാരുടെ ഇറങ്ങിപ്പോക്ക് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ആ ഒരു ഡിസ്റ്റൻസിൽ എല്ലാവരോടും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളൂ. കാരണം പലരുടെയും ഇറങ്ങിപ്പോക്ക് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഒരാളും നമ്മുടെ ലൈഫിൽ കോൺസ്റ്റൻ്റ് അല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഒരാൾ ഇറങ്ങിപ്പോയാലും നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റണം, നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്പോൾ എത്രയൊക്കെ നല്ല മനുഷ്യന്മാർ ചുറ്റിലുള്ളപ്പോഴും നമ്മളിപ്പോൾ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, സന്തോഷമായി സംസാരിക്കുന്നുണ്ട്. ആ മനുഷ്യന്മാരിൽ ഒരാൾ നാളെ ഇറങ്ങിപ്പോയാലും എനിക്ക് ഇതേപോലെ ഇവിടെ ഇരുന്ന് സന്തോഷമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ഇന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം അവരെന്നെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് അർച്ചന സംസാരിക്കുന്നു. മാത്രമല്ല ഭയങ്കര കുഞ്ഞു ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അർച്ചന പഠിച്ചിട്ടുണ്ട്. സോ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ അടുത്ത ഒരു MD എടുക്കുമ്പോഴേക്കും ഏതിലായിരിക്കും എടുക്കാനായിട്ട് പോകുന്നത്? പീഡിയാട്രിക്സ്. കുട്ടികളെ ചികിത്സിക്കാൻ തന്നെയാണ് കൂടുതൽ ഇഷ്ടം? അതെ. അടിപൊളി. കുട്ടികളെ ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തുകൊണ്ടാണ് പീഡിയാട്രിക്സ് എടുക്കണം എന്ന് ആഗ്രഹം എന്ന് വെച്ചാൽ, എനിക്ക് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ചൈൽഡ്ഹുഡ് ട്രോമാസാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയം. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കിട്ടിയാൽ അവരെ വേദനിപ്പിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഇമ്പോസിബിളാണ് നമ്മളൊരു അഡൽഹുഡിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേദനിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്ത മുറിവുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഒരു ടൈമിലാണ്. അപ്പോൾ ആ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെയൊക്കെ ഫിസിക്കലി മെൻ്റലി ഒക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ മെൻ്റൽ സപ്പോർട്ടിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സൊസൈറ്റിയാണ് നമ്മുടെ.
ഫിസിക്കലി നമ്മൾ കാണുന്ന പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴും മെൻ്റലി അവരെത്ര സ്ട്രോങ് ആണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അവരെ. ഇപ്പോൾ ഞാൻ വീൽ ചെയറിലായതുകൊണ്ട് എന്നെ എടുത്ത് കയറ്റാൻ സപ്പോർട്ട് വേണമെന്ന് ചോദിക്കും. നേരെ മറിച്ച് ചേട്ടനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ മെൻ്റലി നീ ഓക്കെ ആണോ, ഹാപ്പി ആണോ എന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കുമായിരിക്കും. പക്ഷെ നിനക്കൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഒരാളും ചോദിക്കില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എനിക്ക് കൊടുക്കണമെന്നുണ്ട് കുട്ടികൾക്ക്. ഒരിക്കലും എന്നെപ്പോലെ വളർന്നു വരാൻ പാടില്ല കുട്ടികൾ. ഹാപ്പിയായി സന്തോഷമായി ജീവിതം എന്താണെന്ന് അറിഞ്ഞ് വളർന്നു വരണം. ട്രോമാസ് ഒരിക്കലും അവരുടെ ലൈഫിൽ ഉണ്ടാവരുത്. ഞാൻ നോക്കുന്ന പേഷ്യൻസിൻ്റെ ലൈഫിലൊന്നും അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകൾ പറയണം എനിക്ക് അർച്ചനയെ പോലെ ഒരു ഡോക്ടർ ആവണമെന്ന്. ആ ഒരു രീതിയിലെത്താനായിട്ട് പറ്റട്ടെ. സോ അർച്ചനയുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് എം ഐ എന്ന് പറയുന്നത് ഇപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അന്ന് എസ് എം ഐ എന്താണെന്നുള്ളതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഈ പറഞ്ഞാൽ അർച്ചന തന്നെയാണെന്നുണ്ടെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതാണ് എന്ന് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ എന്താണ് എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പോലും അറിയാത്തൊരു കാര്യത്തിലൂടെയാണ് അർച്ചനയുടെ ചൈൽഡ്ഹുഡ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അർച്ചന എങ്ങനെയാണ് ഫേസ് ചെയ്തത്? എന്താണ് അർച്ചന ഇത്രയും സ്ട്രോങ് ആക്കി മാറ്റിയ ഒരു കാര്യം? സത്യം പറഞ്ഞാൽ അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പം എല്ലാവർക്കും അറിയാം എസ് എം എ ഒരു ജനറ്റിക് ഡിസീസാണ്. എല്ലാവരും ഗൂഗിളിൽ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കും എന്താണ് എസ് എം എ. അപ്പോൾ അതിൽ പറയും മസിൽസ് വീക്കാവുന്ന അസുഖമാണ്, അധികകാലം ജീവിക്കാൻ ചാൻസ് ഇല്ല, അങ്ങനെ ഭയങ്കര ബാഡായിട്ടുള്ള കുറേ റിസൾട്ട്സാണ് ഗൂഗിൾ കൊടുക്കുക. അപ്പോൾ അത് വിശ്വസിച്ചിട്ട് എൻ്റെ ജീവിതം തീർന്നു എന്ന് അവരവിടെ തീരുമാനിക്കും. പക്ഷേ എനിക്കോ എൻ്റെ പാരൻസിനോ എസ് എം എ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അതിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് എസ് എം എ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പി മാത്രമേ അതിനൊരു സൊല്യൂഷനുള്ളൂ, ഇത്ര മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് ഗൂഗിളൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും ഫർദറായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഞാനും അതിനെക്കുറിച്ച് ബോധേഡായിട്ടില്ല. എനിക്കെപ്പോഴും കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കാൻ പോകണം, പുറത്ത് എല്ലാവരും കളിക്കുമ്പോൾ കളിക്കാൻ പോകണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റാത്തതുകൊണ്ട് എന്നെ എപ്പോഴും എൻഗേജ്ഡാക്കി ഇരുത്താനായിട്ട് അച്ഛനും അമ്മയും കണ്ടുപിടിച്ച 2 സൊല്യൂഷൻസാണ്. ഒന്ന് മ്യൂസിക്, 2 ബുക്സ്. അത് രണ്ടും തന്നെ എന്നെ എപ്പോഴും എൻഗേജ്ഡാക്കി ഇരുത്തി. അവിടുന്നാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഡിസേബിൾഡ് ആണ് എന്നുള്ളത് ആ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിൽ എത്തുന്നവരെ എനിക്ക് ഒരിക്കലും ഫീലായിട്ടില്ല. ആ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിലെത്തി നിനക്ക് ഡിസേബിലിറ്റി കാരണം ഡോക്ടറാവാൻ പറ്റില്ല എന്നുള്ളൊരു വേർഡ് അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്ക് ഞാൻ ഡിസേബിൾഡ് ആയതുകൊണ്ടാണല്ലോ എൻ്റെ ഡ്രീം നടക്കാതെ പോയത് എന്നെനിക്ക് തോന്നിപ്പോയി. അതുവരെ എനിക്ക് അങ്ങനെ ഞാനിങ്ങനെയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതിന് റീസൺ എന്താണെന്ന് എനിക്കും അറിയില്ല. ഓക്കെ. സോ ആ ഒരു മൊമെൻ്റ് എപ്പോഴും ഒരു പേടി സ്വപ്നം പോലെ ഉള്ളിൽ ഉണ്ടാവണം അല്ലേ? ലൈക്ക് ഞാൻ ചോദിക്കട്ടെ, അതിനെ ഓവർകം ചെയ്ത് വീണ്ടും ഒരു നാഷണൽ ബോർഡിന് മുമ്പിൽ പോകുന്നു, ദെൻ വീണ്ടും എന്താ പറയുക ഒരു മെഡിക്കൽ പഠിക്കാനായിട്ട് ഒരു സ്റ്റുഡൻ്റായിട്ട് വരുന്നു, ഒരു മെഡിക്കൽ കോളേജിൽ വരുന്നു. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ സ്റ്റഡീസും കാര്യങ്ങളും എങ്ങനെ പോയി? ഈ പ്രാക്ടിക്കൽ സെഷൻസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഡോക്ടർ ആവണമെന്ന് സ്വപ്നം കണ്ടിരുന്നെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു വെള്ളക്കോട്ടും സ്റ്റെതസ്കോപ്പും എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്കും അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു മെഡിക്കൽ കോളേജിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഒരു മെഡിക്കൽ പഠനം എങ്ങനെയാണ്, ഇതൊന്നും എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഡിസേബിൾഡ് ഡോക്ടറെ ഞാൻ തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വീൽ ചെയറിലുള്ള ആരെങ്കിലും പഠിച്ചിറങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഡിസേബിൾഡ് ഇത്രയും ഡിസേബിലിറ്റി ഉള്ള ആരെങ്കിലും ഡോക്ടർ ആയിട്ടുണ്ടോ, അവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു ലൈഫിലൂടെ കടന്നു പോയത് എന്നൊന്നും എനിക്ക് ചോദിക്കാനോ എനിക്ക് റോൾ മോഡലാക്കാനോ ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ എൻട്രി ചെയ്തതിന് ശേഷമാണ് ഓരോ പ്രാക്ടിക്കൽസും വരുമ്പോഴും, ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷമാണ് ഇലക്ട്രിക് വീൽ ചെയർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതെൻ്റെ മൊബിലിറ്റി കുറച്ചുകൂടെ ഈസിയർ ആക്കി. അപ്പോൾ പ്രാക്ടിക്കൽസും ഓരോ സെഷൻസും വരുമ്പോൾ ആദ്യമൊക്കെ മാഡംസൊക്കെ ചോദിക്കുമായിരുന്നു നിനക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ. പക്ഷേ അവരങ്ങനെ ഒരു
സിമ്പതി കാണിക്കുമ്പോൾ എനിക്ക് അവിടെ എമ്പതി ആയിരുന്നു വേണ്ടേ. ഇവരെന്താ ഞാൻ ഡിസേബിൾഡ് ആയതുകൊണ്ടാണോ എന്നെ പ്രത്യേകം നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. ആരുടെയും സിമ്പതി എനിക്ക് വേണ്ട. അങ്ങനെ ഈ ഗ്രേസ് മാർക്കൊക്കെ കിട്ടി പാസ്സായി പോകുന്ന പോലെയുള്ളൊരു സംഭവം എനിക്ക് വേണ്ട. ഞാൻ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മതി എനിക്ക് എന്നുള്ളത് എനിക്കൊരു വാശിയായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ ഫിസിയോ ഒക്കെ ചെയ്യും. അങ്ങനെ പ്രാക്ടിക്കൽസ് ഒന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും എൻജോയബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഇയർ എപ്പോഴും അക്കാഡമിക്സ് മാത്രമാണ്. ഒരു ബ്ലോക്കിനകത്ത് പഠനം മാത്രം. അവിടെ തന്നെ ലാബുകൾ, പ്രാക്ടിക്കൽസ്, അങ്ങനെ ക്ലിനിക്സ് തുടങ്ങുന്ന 2ാം വർഷം മുതലാണ്. അപ്പോൾ ആ വർഷം മുതൽ നമ്മൾ കൊറോണയൊക്കെ ആയി കുറേ വീട്ടിലൊക്കെ ആയി. അത് കഴിഞ്ഞ് എൻ്റെ ഒരു 3rd ഇയർ ആകുമ്പോഴാണ് ഞാൻ ശരിക്കും കോളേജിൽ റീഅപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കൊറോണയുടെ കുറേ പേടികൾ, അതുപോലെ വേറെ കുറേ അസുഖങ്ങൾ. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ക്ലിനിക്കിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ക്ലിനിക്ക് പോയി തുടങ്ങിയപ്പോൾ മനസ്സിലായി, യെസ്, ഇതാണ് എൻ്റെ ജീവിതം. ഞാൻ തിരഞ്ഞെടുത്തത് ശരിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വഴി തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ക്ലിനിക്സിൽ പോയി ഓരോ പേഷ്യൻസിനെയും കണ്ടു തുടങ്ങിയപ്പോഴാണ്. എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പലതും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇന്ന് ഞാൻ ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് അതിൽ ഭയങ്കര അത് മിറാക്കിളായിട്ടാണ് തോന്നുന്നത്. അതെങ്ങനെ ഞാൻ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഒരു 4 kg നീ എടുത്ത് ലിഫ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്നെക്കൊണ്ട് പറ്റില്ല, എൻ്റെ ബോഡി അത് താങ്ങില്ല. നേരെ മറിച്ച് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി ഒരു 3.5 kg ഉള്ള ഒരു ബേബിയുടെ ഡെലിവറി എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാനത് സുഖമായി ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എനിക്കും അത് അത്ഭുതം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആവുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്, നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തോ ഒരു സൂപ്പർ പവർ കിട്ടും. അങ്ങനെയാണ്. എൻ്റെ പ്രൊഫഷനെ ഒരിക്കലും ഞാൻ പ്രൊഫഷനായി കണ്ടിട്ടില്ല. ദിസ് ഈസ് മൈ പാഷൻ. യെസ്, അതാണ് ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അർച്ചനയുടെ കുട്ടിക്കാലത്തെ, അത് കുഞ്ഞ് അർച്ചനയെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ, ടൈം ട്രാവൽ ചെയ്തിട്ട് പഴയ ആ ഒരു കുട്ടി അർച്ചനയെ കാണാൻ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്നൊരു അഡ്വൈസ് എന്തായിരിക്കും? ഞാൻ അഡ്വൈസ് ഒന്നും കൊടുക്കില്ല. എനിക്ക് അങ്ങനെ കുട്ടിക്കാലത്ത് കുറേ ട്രോമാസ് ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാനായി ഇരിക്കാൻ പറ്റുന്നത്. ഇത്രയും ഒരു ബോൾഡായിട്ടുള്ള, ഇനി എനിക്കൊന്നും വരാനില്ല. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും, എനിക്ക് എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായാലും, ആരുടെയൊക്കെ പരിഹാസങ്ങളോ അവഗണനകളോ കുറ്റപ്പെടുത്തലുകളോ മനുഷ്യന്മാരുടെ ഇറങ്ങിപ്പോക്കുകളോ എന്തൊക്കെ ഉണ്ടായാലും അർച്ചന വിജയൻ ഇങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കും. ദാറ്റ്സ് ഗ്രേറ്റ്, അടിപൊളി. അപ്പോൾ അർച്ചന ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതുകയും ചെയ്യും, ആൻഡ് ചെറിയൊരു നല്ല പാട്ടുകാരിയും കൂടെയാണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. സോ 2 വരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാൻ പറഞ്ഞാൽ പാടും. ഓക്കെ, ഡൺ. സോ ഡോക്ടർ അർച്ചന ഈസ് ഗോയിങ് ടു സിംഗ്. അങ്ങനെയൊന്നും പറയല്ലേ. ഓക്കെ. ഒരു കിളിയായിരുന്നെങ്കിൽ ഞാൻ നിന്നരികെ പാറി വന്നേനെ, ഒരു മലരായിരുന്നെങ്കിൽ ഞാൻ നിൻ കൂന്തലിൽ ചൂടി നിന്നേനെ, അരുമപ്രകാശമോ അളവുറ്റ സ്നേഹമോ എൻ മുന്നിൽ വന്നു നിന്നിടിൽ, അതിവിമലമാം കലാലയ സ്മരണയിൽ അഗതിയായി ഞാൻ നടന്നപ്പോൾ ഒരു കൊച്ചു ഗീതമായെന്നുള്ളിലൂറി നീ പലവുരു സാന്ത്വനം നൽകി, സ്നേഹത്തിൻ തേൻകൂട് ഉള്ളിൽ വിടർത്തിയൻ നനവാർന്ന കൺപീലി പുൽകി. വല്ലാത്തൊരു ഫീല്. വളരെ എനിക്ക് ഇതിൻ്റെ ലിറിക്സ് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പഠിച്ചതാ. നല്ല ലിറിക്സാ. യെസ്. സോ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേൾക്കാമോ? ഡോക്ടർ പാടാറുണ്ടോ അവിടെ?
അവിടെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബിസി ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ പീഡിയാട്രിക്സ് ഒക്കെ എത്തുമ്പോഴേക്കും വാർഡിലേക്കൊക്കെ എത്തുമ്പോൾ ഡോക്ടർ അർച്ചന അവിടെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറേ താരാട്ട് പാട്ട് കേൾക്കാം. അതൊക്കെ കേൾക്കാം. അടിപൊളി. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അല്ലേ? നാട് പാലക്കാട്. ഇപ്പോൾ അച്ഛനും അമ്മയായിട്ട് കോട്ടയത്ത് സെറ്റിലാണ് കഴിഞ്ഞൊരു 6 വർഷമായിട്ട്. ഓക്കെ, സോ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൂടെ ഞാൻ ചോദിക്കട്ടെ. അതായത് അർച്ചനയ്ക്ക് എല്ലായിടങ്ങളും ആക്സസിബിൾ ആണോ ഇപ്പോൾ? അതായത് നമ്മളെ സ്പേസുകളൊക്കെ, പബ്ലിക് സ്പേസുകളൊക്കെ? എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ഞാൻ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്ന ഒരു കാര്യം, ഞാൻ ഏറ്റവും ഡോക്ടർ അർച്ചന വിജയൻ എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഏറ്റവും പ്രൗഡാവുന്ന ഒരു മൊമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, ഒട്ടും ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാത്ത കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടാണ് ഡോക്ടർ അർച്ചന വിജയൻ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഡോക്ടറായത് എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നത്. എനിക്ക് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര അഭിമാനം. കാരണം ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, നിന്നെ ഞങ്ങൾ എടുക്കാം അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ലിഫ്റ്റ് ചെയ്ത് കയറ്റിക്കോളാം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവിടെ വേണ്ടത് നിനക്ക് സ്വന്തമായി പോകാനുള്ള വഴി ഞങ്ങൾ ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്നതാണ്. പരിഗണനകളാണ് എപ്പോഴും വേണ്ടത്. അത് ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ എന്നുള്ളതല്ല, ഏത് സ്ഥലത്തായാലും ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആവണം. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരാളും കോൺസ്റ്റൻ്റായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പോൾ ഡിസേബിൾഡായ ആൾക്കാർക്ക് സ്വന്തമായി എല്ലാം ചെയ്യാനും സ്വന്തമായി അവനവന ആവശ്യങ്ങളുള്ള കോമൺ ആയിട്ടുള്ള അത്രയും അത്യാവശ്യങ്ങളുള്ള കുറച്ചിടങ്ങളെങ്കിലും ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആവണം. എന്ന് വെച്ചാൽ പ്രൈമറി കെയർ സെൻറ്റർ, PHC, നമ്മൾ ആദ്യം ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ പോകുന്നത് PHCയിലാണ്. ഞാൻ 3 മാസക്കാലത്തോളം പെരിഫറി പോസ്റ്റിംഗ് ആയിട്ട് പല PHCകളിലും പോയിട്ടുണ്ട്. അതിൽ പലയിടത്തും റാമ്പുകളുള്ള നല്ല PHCകളാണ്, ഭയങ്കര പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പോലെ ഫെസിലിറ്റീസ് ഉള്ളതാണ്. എന്നിരുന്നാലും പല PHCസും ഇപ്പോഴും ആക്സസിബിൾ അല്ല. എന്നെ എടുത്ത് കയറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പേഷ്യൻസൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഒരു ഡോക്ടർ കാറിൽ വന്നിറങ്ങുന്നു, ഡോക്ടറെ എടുത്തുകൊണ്ടുപോയി ഇരുത്തിയിട്ട് ഈ പേഷ്യൻസിനെയൊക്കെ നോക്കുന്നു. അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഒറ്റയ്ക്കൊരു ATM പോകാൻ പറ്റില്ല. എൻ്റെ വീട്ടിലെ എല്ലാ ഫൈനാൻഷ്യൽ കാര്യങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ബാങ്കിൽ പോകണമെങ്കിൽ അമ്മയെ വിടണം, ATMൽ റാമ്പില്ല. അതുപോലെ എനിക്ക് അത്യാവശ്യം വേണ്ട എനിക്കൊരു ക്ലോത്ത് വാങ്ങണം, എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് റാമ്പുള്ള സ്ഥലം നോക്കിയിട്ടേ പോയിട്ട് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് നല്ലൊരു ഫുഡ് കഴിക്കണം തോന്നി, ഏത് ഹോട്ടലിലാണ് റാമ്പുള്ളതെന്ന് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങൾ നോക്കുമ്പോൾ ഞാൻ നോക്കുന്നത് റാമ്പുള്ള ഇടങ്ങളാണ്. അപ്പോൾ അതൊട്ടും ഇൻക്ലൂസീവ് അല്ലാത്തതുകൊണ്ടാണ് സൊസൈറ്റി. അപ്പോൾ ഹോട്ടൽസോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളോ ഒന്നും ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടില്ലെങ്കിൽ പോലും ATMs, അതുപോലെ ഹോസ്പിറ്റൽസ്, സ്കൂളുകൾ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിരുന്നില്ല. ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം റാമ്പ് വന്നു, ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയി. അപ്പോൾ അതുപോലെയുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ അത് മുൻനിർത്തിയുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ ഇടങ്ങളെല്ലാം ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആവണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനും ഓർക്കുമ്പോഴേക്കും ഇനിയെങ്കിലും നമ്മൾ പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്ന സമയത്ത് ഇപ്പോൾ ഗവൺമെൻറ് എന്താ പറയുക ഓഫീസുകളാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റൽസ് ആണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ മാറണം. ഇപ്പോൾ ഒരുപാട് ഇടങ്ങളിൽ ആക്സസിബിൾ ആണ്, ബട്ട് സ്റ്റിൽ അത് പോരാ. നമ്മളിനി പുതുതായിട്ടൊരു ബിൽഡിംഗ് പണിയുമ്പോൾ അത് എല്ലാവർക്കും ഫ്രണ്ട്ലി ആവണം. ഈ റൈറ്റ് നൗ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ദെൻ അവരുടെ പാരൻസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ടല്ലോ. സോ അവരോടൊക്കെ ആയിട്ട് അർച്ചനയ്ക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സ്വപ്നം കാണണം, സ്വപ്നങ്ങളുള്ള മനുഷ്യരാവണം. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് നമ്മൾ തേടിപ്പോവണം. പക്ഷേ അത് ആരെയും വേദനിപ്പിച്ചുകൊണ്ടാവരുത്. ഒരിക്കലും
നമ്മുടെ ലൈഫിൻ്റെ എൻഡ് വലിയ വലിയ ആഗ്രഹങ്ങൾ നേടിയാൽ മാത്രം ആണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് ഉണ്ട്. ലൈഫിലെ ദിവസം ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ്. ഒരാൾ നമ്മളോട് ചിരിക്കുന്നത്, നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്ന അമ്മ, അതുപോലെ നമ്മൾ ദിവസം കാണുന്ന എൻ്റെ വീൽ ചെയർ ദിവസം ഇറക്കി തരുന്നത് ഒന്നല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്യൂരിറ്റി ചേട്ടന്മാരായിരിക്കും. ആരെങ്കിലുമൊക്കെ ആ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരാണ് ഇറക്കി തരിക. ആ ഇറക്കി തന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോൾ താങ്ക്സ് പറയാറുണ്ട്. പക്ഷേ അവരെനിക്ക് ആ ചെയ്തു തരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അത്രയും തളർന്നിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം തരുന്നത്, അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനത്തെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഭയങ്കര സന്തോഷം കാണുക. ഒരിക്കലും നമ്മൾ ഡ്രീം ചെയ്യുന്നതിന് ആരും തടസ്സമായിട്ട് നിൽക്കുന്ന ആരെയും പറ്റി ഗൗനിക്കാതിരിക്കുക. സ്വപ്നം കാണുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറക്കുക. അതാണ് നമ്മളുടെ ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഇടുന്നതായിരിക്കണം. അതെ, ദാറ്റ്സ് ഇറ്റ്. സോ അർച്ചന ഇന്ന് വരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് 2 ബുക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇന്ന് ഒരു കോയിൻസിഡൻസ് എന്ന വണ്ണം റീഡിങ് ഡേ കൂടെയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. ഹാപ്പി അല്ലേ? ഹാപ്പി. കുറച്ചും കൂടി പറയായിരുന്നു അല്ലേ? എന്ത് ബുക്സ് കുറച്ചും കൂടെ നീണ്ട ലിസ്റ്റ് തരായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ വാങ്ങിത്തരും. ഡൺ. സോ ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. ഒരുപാട് പേരെ ചികിത്സിക്കാൻ പറ്റട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡോക്ടർ അർച്ചനയെ പോലെ ഒരു ഡോക്ടർ ആവണം എന്ന് നമ്മുടെ കുട്ടികൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് us. താങ്ക് യു.